നമസ്കാരം പ്രിയപ്പെട്ടവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിലായിട്ടുള്ള കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിക്കൊണ്ട് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഏകദേശം 26ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള PSCയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ മുഖാന്തരം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കാറ്റഗറി നമ്പർ 135/2024, 137/2024 എന്നീ കാറ്റഗറി നമ്പറുകളിലാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഏകദേശം 26,500 രൂപ മുതൽ 60,700 രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലികളാണിവ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ തന്നെ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി അവസരമാണിത്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിക്കൊണ്ടാണ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 26ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു ജോലിക്കുള്ള സാലറി ആയിട്ട് പറയുന്നത് 26,500 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 60,700 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. ഏകദേശം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി SC, ST, OBC, PWD അഥവാ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്കൊക്കെ ഏജിൻ്റെ കാര്യത്തിൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമതായി പറയുന്ന ക്വാളിഫിക്കേഷൻ എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്. ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം എന്നതാണ് പറയുന്നത്. അതുമല്ലെങ്കിൽ എ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഈക്വലൻ്റ്. സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ പാസ് ഇൻ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ പാസ് ഇൻ വെക്കേഷൻ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അണ്ടറിലായിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുമല്ലെങ്കിൽ പാസ് ഇൻ വെക്കേഷൻ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ഏതൊരു ജോലിക്കാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെക്കേഷൻ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. ഇനി അപേക്ഷാ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അപേക്ഷാ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 2024 ജൂലൈ 15 മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തുള്ള ലിങ്ക് വഴി ആയിട്ടോ നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കാറ്റഗറി നമ്പർ ആയിട്ടുള്ള 135/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലോ, അല്ലെങ്കിൽ 137/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലോ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ദിവസവും ലഭിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.